ഗുഡ് ഈവനിങ്. 2025 എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായ ഒരു അനുഭവം. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മാറ്റമില്ല. ഇന്നലെ ഇന്നും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾക്ക് മാറ്റമുണ്ടാക്കാം, പ്രതീക്ഷകൾ കൂട്ടാം, കുറയ്ക്കാം, മോട്ടിവേഷനോടുകൂടി മുന്നോട്ട് പോകാം. ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ വർഷത്തിൽ അല്ലെങ്കിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ഉണ്ടാകും. അപ്പം അതിനെയാണ് നമ്മൾ കൂടുതലും സ്വാധീനിക്കുന്നത്, അല്ലേ? ശരീരത്തെ ഒന്നും അത്ര എളുപ്പമൊന്നും മാറ്റാൻ പറ്റത്തില്ല, പക്ഷേ മനസ്സിനെ നമുക്ക് ഏത് അറ്റം വരെയും ഉയർത്താനും താഴ്ത്താനും ഒക്കെ സാധിക്കും എന്നുള്ള ആ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം, പ്രത്യേകിച്ച് ഈ ന്യൂ ഇയറിൻ്റെ ദിവസത്തിൽ പുതുമയുള്ള ഒരു വിഷയം. ഇത് വിഷയം പുതുമയുള്ളതല്ല, വിഷയം എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നതാണ്. അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ആ ഒരു ചിന്തയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളുള്ള ഇന്നർ ചൈൽഡ്, നമ്മുടെ ആന്തരിക കുഞ്ഞ് എന്ന് പറയാം, ഇന്നർ വോയിസ് എന്ന് പറയാം, നമ്മുടെ ഇന്നർ ക്രിട്ടിക് എന്ന് പറയാം. ഇങ്ങനെ പല തരത്തിൽ ഇതിനെ പല പേരുകളിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. എന്താണ് ഈ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മളിലുള്ള ഈ ശിശുവിൻ്റെ പ്രത്യേകതകൾ, അതിനെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ പുതുവർഷത്തിൽ. കാരണം നമുക്ക് എങ്ങനെ പോയാലും ഈ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതിരിക്കത്തില്ല. സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ മറ്റ് ഉദാഹരണങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ പറയാമെങ്കിൽ പോലും ഈ ഇന്നർ ചൈൽഡിൻ്റെ ഒരു സ്വാധീനമില്ലാതെ നമ്മൾ ഒരിക്കലും ഒരു സാഹചര്യങ്ങളിലും ജീവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. എത്ര സന്തോഷമുള്ള വ്യക്തിയായിരുന്നെങ്കിലും, എത്ര സന്തോഷം കുറഞ്ഞ വേദനയുടെ സാഹചര്യമുള്ള വ്യക്തിയാണെങ്കിലും ഈ ഇന്നർ ചൈൽഡിൻ്റെ ഇൻഫ്ലുവൻസ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എപ്പോഴും ഉണ്ടാകുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഇൻഫ്ലുവൻസിനെ കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഇന്ന് ഈ പൊതു വർഷത്തിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഗുണകരമായ അനുഭവമാക്കി നമുക്ക് മാറ്റാം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഈ സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മളകത്തെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ചൈൽഡ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇവിടെ ഇന്നർ ചൈൽഡ് എന്താണെന്നറിയാൻ ഒരു ചെറിയ കഥ. ആ കഥയുടെ പേര് ഞാനായിരുന്നു യഥാർത്ഥ പ്രശ്നം. അപ്പം ഈ കഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ഇന്നർ ചൈൽഡിൻ്റെ ചില സ്വഭാവ വിശേഷങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ സ്വഭാവങ്ങളിലൂടെ നമുക്ക് ഇന്നത്തെ ഇന്നർ ചൈൽഡിൻ്റെ ഈ സെഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ ഈ കഥ ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ കഥയിലെ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 6 മാസമായപ്പോൾ ഞാൻ ഒരു വശത്തേക്ക് തിരിഞ്ഞ് കിടന്നെന്നും അത് ശരിയായ സ്ഥാനത്ത് ആയിരുന്നില്ലെന്നും അമ്മ പലപ്പോഴും എന്നോട് പറയുമായിരുന്നു. കുഞ്ഞ് തിരിയുകയില്ല. ഞാൻ ഡോക്ടറെ കാണുമ്പോഴെല്ലാം ഈ ബുദ്ധിമുട്ടുള്ള കുഞ്ഞിനെ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ ജനിച്ചത് സിസേറിയനിലൂടെയാണ്. എന്നെ ബലമായി നീക്കം ചെയ്യേണ്ടി വന്നു. എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിലും ഞാനൊരു പ്രശ്നമാകുന്നതിലും മറ്റുള്ളവരെ ജനനം മുതൽ വേദനിപ്പിക്കുകയാണെന്നുള്ള ചിന്തകൾ എപ്പോഴും എന്നിലുണ്ടായിരുന്നു. ജീവിതത്തിലുടനീളം എനിക്ക് ബുദ്ധിമുട്ടുള്ളതോ പ്രശ്നമുള്ളതോ ആയ അനുഭവം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഞാൻ ബുദ്ധിമുട്ടുള്ളതും വെല്ലുവിളി നിറഞ്ഞതുമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയി. പലപ്പോഴും എനിക്ക് കാര്യങ്ങൾ വഷളാകുമെന്ന് തോന്നി. ഞാൻ എത്ര ശ്രമിച്ചിട്ടും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഓരോ തവണയും ഞാനൊരു പ്രശ്നമോ വെല്ലുവിളിയോ അനുഭവിക്കുമ്പോൾ
ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണ്, ഞാനൊരു പ്രശ്നമാണെന്ന് പറയുന്ന എൻ്റെ പഴയകാല ഓർമ്മകൾ നാണക്കേടും അപമാനവും എല്ലാം എന്നിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് എപ്പോഴും സങ്കടം വരുന്ന അവസ്ഥയായിരുന്നു. ഇതാണ് ഒരു കഥ. കഥയുടെ പേര് ഇത് തന്നെയാണ്, ഞാനായിരുന്നു യഥാർത്ഥ പ്രശ്നം. ഈ കഥയിൽ ഉള്ള ആ കുഞ്ഞിൻ്റെ മാനസിക വ്യാപാരങ്ങളെ കൃത്യമായിട്ട് നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ എന്താണ് ഈ അകത്തെ കുഞ്ഞ് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് നമുക്ക് വലിയ ഓർമ്മകളൊന്നുമില്ല. പക്ഷെ അത് നമ്മളുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ കെയർ ഗിവേഴ്സ്, നമ്മളെ വളർത്തിയവർ കൃത്യമായി പറയുമ്പോൾ അതിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന നമ്മളുടെ ഒരു രൂപമുണ്ട്, നമ്മുടെ കുട്ടിക്കാല രൂപം. ഈ കുഞ്ഞ് പറഞ്ഞതുപോലെ ഞാനൊരു ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പിറന്ന കുഞ്ഞാണ്. ഇത് പല പ്രാവശ്യം അമ്മ ആവർത്തിച്ചിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് ആ കാര്യങ്ങളെ കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അന്ന് സ്വീകരിച്ച ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇന്നും എൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ എൻ്റെ ജന്മം തന്നെ ഒരു ബുദ്ധിമുട്ടായി മാറി എന്നൊരു തോന്നൽ. ഞാനായിരുന്നു യഥാർത്ഥ പ്രശ്നം എന്നൊരു തിരക്കഥയിലൂടെ ആ കുഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പ്രായമായെങ്കിലും ആ കുഞ്ഞായിരുന്ന സമയത്ത് അനുഭവിച്ച ആ ദുഃഖങ്ങൾ എല്ലാം ഇന്നും അതിൻ്റേതായിട്ടുള്ള സ്വാധീനം ചെലുത്തി മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. എന്താണ് നമ്മുടെ അകത്തെ കുട്ടി? നമ്മുടെ അകത്തെ കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ പ്രബലമായ ജീവനുള്ള ഊർജമാണ്. ഇവിടെയാണ് നമ്മൾ സയൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത്. നമ്മുടെ ബാല്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ അവഗണനകളോ അനുഭവിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അനുഭവപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഈ ഊർജം. ഇത് ഉപബോധ മനസ്സാണോ ബോധ മനസ്സാണോ എന്ന് കൃത്യമായിട്ട് വിഭജിക്കാൻ പറ്റത്തില്ലെങ്കിലും പ്രധാനമായും ഉപബോധ മനസ്സിൻ്റെ ഒരു ഊർജമാണ്. ബോധ മനസ്സിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ബോധ മനസ്സ് വെറും 10% ഉണ്ടെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ ആ വ്യാപ്തി എന്ന് പറയുന്നത് 90%. അത്രമാത്രം പവർഫുള്ളാണ്, അത്രമാത്രം മെമ്മറി ഓറിയൻറ്റഡ് ആണ്, അത്രമാത്രം ഡേറ്റ ഉണ്ട് അതിൻ്റെ അകത്ത്. ഒരുപക്ഷെ കൂടുതൽ ഇമോഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കൃത്യമായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അത് കൃത്യമായി സ്റ്റാക്ക് ചെയ്ത് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ജീവനുള്ള ഊർജം, പ്രവർത്തനക്ഷമമായ ഈ ഊർജം, അതാണ് നമ്മളുടെ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ പെർസീവ് ചെയ്തിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള രീതികളെ ആശ്രയിച്ച് നമ്മുടെ കുട്ടിക്കാല അനുഭവങ്ങൾ ഒരു നിറം കൊടുക്കുന്ന ഒരു രൂപഭാവം എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. എന്താണ് ഈ അകത്തെ കുട്ടിയുടെ ആശങ്ക? ഇത് നമ്മളെ ഇന്നും സ്വാധീനിക്കും, വർത്തമാന കാലത്തിലും നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു സാധ്യത തുറന്നു വരുന്നുണ്ട്. എന്താണ് ആ സാധ്യത? എന്താണ് ഈ അകത്തെ കുട്ടിയുടെ ആശങ്ക എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ ആശങ്ക എന്ന് പറയുന്നത് സുരക്ഷയുമാണ്, സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. സുരക്ഷ തന്നെയാണ് അവിടുത്തെ ആശങ്കയുടെ പ്രധാനപ്പെട്ട ഭാഗം. പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് സുരക്ഷയാണ്. അപ്പം ഈ സുരക്ഷയിൽ നിന്ന് കൃത്യമായിട്ടുള്ള മുൻകരുതൽ അല്ലെങ്കിൽ ആ ഫിയറിനെ മാറ്റം. സുരക്ഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ അപ്പുറത്തൊരു ഫിയറിൻ്റെ സാധ്യതയുണ്ട്. ഈ സുരക്ഷ കുറയുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഭയം, അത് മുതിർന്നവരുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ ബോധപൂർവമായ അവബോധത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ സുരക്ഷ ആശങ്കയാകുമ്പോൾ, പ്രശ്നമാകുമ്പോൾ അവിടെ ഒരു ഭയം ജനിക്കും. അപ്പം നമ്മളുടെ വർത്തമാനകാല അവബോധത്തിന് ഒരു നിയന്ത്രണം സംഭവിക്കും. ഒരുപക്ഷെ അത് വിപരീതമായ രീതിയിൽ വൈകാരികമായി നമ്മെ പരിമിതപ്പെടുത്തും. യഥാർത്ഥത്തിലുള്ള ആ പെർഫോമൻസിനെ ലാക്ക് ചെയ്തിട്ട് നമ്മളെ ചില പരിമിതികളിലൂടെ, പ്രത്യേകിച്ച് വൈകാരികമായ ചില
പരിമിതികളിലൂടെ നമ്മൾ കടത്തിക്കൊണ്ടുപോകും. വേറെ രീതിയിൽ പറഞ്ഞാൽ, പശ്ചാത്തലത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗീതം പോലെ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ഫാനുകളുടെ ശബ്ദം ബെയറിങ്ങൊക്കെ പോയി ഫ്രിക്ഷൻ കൂടി അരോചകമായ ശബ്ദമാണ്. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഒരു കാര്യത്തിൽ ലയിച്ച് നിൽക്കുമ്പോൾ ആ ശബ്ദമൊന്നും നമ്മൾ കേൾക്കുന്നേ ഇല്ല. പക്ഷെ അതിൽ നിന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ ഈ ശബ്ദം വളരെ കൂടുതലാണ്. നമ്മളിങ്ങനെ പറയും, കാടിൻ്റെയൊക്കെ അടുത്തൊക്കെ അല്ലെങ്കിൽ റബ്ബർ തോട്ടത്തിൻ്റെയൊക്കെ അടുത്ത് താമസിക്കുന്ന ചീവീട് എന്നൊക്കെ പറയുന്ന ഒരു ജീവിയുണ്ട്. എന്തെങ്കിലും കാര്യമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഇതിനെ ശബ്ദം നമ്മൾ കേൾക്കത്തില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ ഡിസ്ട്രാക്ഷൻ മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ശബ്ദങ്ങളൊക്കെ നിഴലിച്ച് നിൽക്കും. അപ്പോൾ പശ്ചാത്തലത്തിൽ പ്ലേ ചെയ്യുന്ന ഒരു മ്യൂസിക്കിൻ്റെ, ഒരു റെക്കോർഡിങ്ങിൻ്റെ പോലെ ഒരു ഇത് സമ്മർദ്ദത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും നിമിഷത്തിൽ പരിണത ഫലങ്ങൾ അറിയാതെ തന്നെ പ്രവർത്തനക്ഷമമാകും. പലപ്പോഴും നമ്മളെ വൈകാരികമായ വേലിയേറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആശങ്ക വളരെ പ്രശ്നമാണ്. ഇപ്പോൾ സുരക്ഷയുടെ ഈ ആശങ്ക, നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന ഒരു സംഘർഷത്തിൻ്റെ, സമ്മർദ്ദത്തിൻ്റെയൊക്കെ നിമിഷങ്ങളിൽ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ചില പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കൊണ്ട് എത്താനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ മുതിർന്ന ബോധം, അഡൽട്ട് നേച്ചർ, ഈ ആന്തരിക ശിശു തലത്തിലേക്ക് ലയിച്ചു പോകും. സമ്മർദ്ദവും അതുപോലെ സംഘർഷമൊക്കെ ഉണ്ടാകുന്ന, ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഈ അഡൽട്ട് നേച്ചർ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ഈ ശിശുവിൻ്റെ നിയന്ത്രണ തലത്തിലേക്ക് ലയിക്കും. അങ്ങനെ വർത്തമാനകാല നിമിഷത്തിൻ്റെ ആ സത്യത്തെക്കാൾ അധികം ഭൂതകാലത്തിൻ്റെ പഴയ യാഥാർത്ഥ്യങ്ങൾ, ബിലീഫുകൾ, തീരുമാനങ്ങളെല്ലാം എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഇത് പലപ്പോഴും ആദ്യം പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇനി എന്താണ് ഈ ആന്തരിക ശിശുവിൻ്റെ പശ്ചാത്തലം എന്നൊന്ന് പരിശോധിച്ചാൽ, എവിടുന്നാണ് ഈ സാഹചര്യം നമ്മളിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഈ വർത്തമാനകാല സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അത് മിക്കവാറും നമ്മുടെ മാതാപിതാക്കളുടെ സ്വഭാവ രീതികളിൽ നിന്നായിരിക്കും. മാതാപിതാക്കൾ വൈകാരിക പ്രോസസ്സിങ് വളരെ വിദഗ്ധരായിരുന്നില്ല. വൈകാരികമായ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ അവർ അത്ര വിദഗ്ധരായിരുന്നില്ല. നമുക്കറിയാം, സൈക്കോളജിയിലെ തെറാപ്പികളൊക്കെ പഠിക്കുമ്പോൾ മാതാപിതാക്കളുടെ ഇൻഫ്ലുവൻസ് വളരെയധികമുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവങ്ങൾ പലപ്പോഴും നമ്മൾ കോപ്പി ചെയ്ത് സ്വീകരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വൈദഗ്ധ്യമില്ലാത്ത പേരൻറ്റിങ്ങിൻ്റെ നേച്ചർ അത് നമ്മളെ വളരെ കൃത്യമായി സ്വാധീനിക്കും. തന്നെയുമല്ല, വിഷമതകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയോ നിരസിക്കുകയോ ലജ്ജിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസരങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ സുരക്ഷിതമല്ലാത്തതും ഒരുപക്ഷെ കാണാത്തതും നമ്മളുടെ മനസ്സിൻ്റെ ഏതൊക്കെയോ കോണിൽ, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പല തലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ വികാരങ്ങളെയൊക്കെ അത് ശക്തിപ്പെടുത്താം. ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ പ്രോസസ്സ് ചെയ്യപ്പെടാത്തതും കൃത്യമായ അവബോധത്തോടു കൂടി ശ്രദ്ധിക്കാത്തതും ദഹിക്കാത്തതും മനസ്സിലാക്കാത്തതും ആയിട്ടുള്ള വികാരങ്ങളുടെ ഒരു കലവറ തന്നെ ഈ പറയുന്ന ഇന്നർ ചൈൽഡിൻ്റെ ഏരിയ ഡെവലപ്പ് ചെയ്യാം. ഇത് മുതിർന്നവരുടെ ജീവിതത്തിലെ സമ്മർദ്ദകരമായ സാഹചര്യങ്ങളെ സ്വാധീനിക്കാൻ പര്യാപ്തമാണ്. അപ്പോൾ നമ്മൾ ഈ വർത്തമാന കാലത്തിലും ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുണ്ടാകുന്ന ആ സ്ട്രക്കിങ്, അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കാത്ത രീതിയിൽ പിടിച്ചു വലിക്കുന്ന ആ ഒരു സാഹചര്യം നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ആന്തരിക ശിശു വിവരണത്തിലെ ചില ഉദാഹരണങ്ങൾ? എങ്ങനെയാണ് ഒരു ആന്തരിക ശിശുവിൻ്റെ സാഹചര്യങ്ങളെ നമ്മളൊന്ന് തിരിച്ചറിയുന്നത്? ഇപ്പം നമ്മുടെ ഈ വർത്തമാനകാല നിമിഷങ്ങളിലും ചില പ്രത്യേക സാഹചര്യങ്ങളിലും നിസ്സഹായത ഉണ്ടാകാം, നിരാശയുണ്ടാകാം. യോഗ്യനാണെങ്കിലും അയോഗ്യത എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മളെ പലപ്പോഴും അലട്ടാം. ഞാൻ അയോഗ്യനാണ്. ഇപ്പം നമ്മളെ പലപ്പോഴും നമുക്കറിയാം, ഒരു പ്രസ്ഥാനത്തിൻ്റെ മുന്നിലേക്കോ അത് നയിക്കുന്നതിലേക്കോ ഒരു ലീഡർഷിപ്പിലേക്കോ നമ്മളൊക്കെ സെലക്ട് ചെയ്യപ്പെടാം. പക്ഷെ നമുക്ക് തോന്നുന്നത് ഞാൻ അയോഗ്യനാണ്,
ഞാൻ യോഗ്യതയില്ലാത്തവനാണ്, അത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി എനിക്കില്ല എന്നുള്ള തലത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് പിന്മാറുന്നതായി കാണും. അല്ലെങ്കിൽ ഏകാന്തമായ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളിലേക്ക് നമ്മൾ മാറുന്നതായി നമുക്ക് ഫീൽ ചെയ്യാം. കാര്യങ്ങൾ ഒരിക്കലും മെച്ചപ്പെടുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞ കുട്ടിയെ പോലെ ഒരു കാര്യവും എനിക്ക് പൂർണ്ണമായി ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല എന്ന തോന്നൽ. ഇനി ഒരിക്കലും ശരിയായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, ഞാൻ വളരെ മോശമായ അവസ്ഥയിലാണ്, ഞാൻ വിഷമിക്കുന്നത് നിർത്തിയാൽ, അല്ലെങ്കിൽ ഞാൻ ഈ ടെൻഷനിൽ നിന്ന് മാറിയാൽ ഒരുപക്ഷെ ഇതിനേക്കാളും മോശമായ ഒത്തിരിയും ജീവിത സാഹചര്യങ്ങൾ എന്നിലേക്ക് കടന്നു വരാം എന്നൊക്കെ ചിന്തിക്കുന്ന ചില മനോഭാവങ്ങളെല്ലാം ഈ ആന്തരിക ശിശുവിൻ്റെ തലങ്ങളുടെ ഉദാഹരണങ്ങളാണ്. എനിക്ക് സഹായം വേണം, പക്ഷെ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, ആരും എന്നെ സഹായിക്കാനില്ല, ഞാൻ വിശ്രമിക്കുന്നത് ഒട്ടും സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല, എല്ലാ സമയത്തും എപ്പോഴും ഞാൻ ജാഗ്രത പാലിക്കണം, ഞാൻ എപ്പോഴും തനിച്ചാണ്, ഒരുപക്ഷെ ഞാൻ എപ്പോഴും എന്നേക്കും തനിച്ചായിരിക്കാം, എനിക്ക് അതിജീവിക്കാൻ സ്നേഹം ആവശ്യമാണ്, പക്ഷെ എന്നെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ എൻ്റെ ചുറ്റും ആരുമില്ല, അങ്ങനെയുള്ള വ്യക്തികളെ എനിക്ക് കാണാൻ സാധിക്കുന്നു പോലുമില്ല, ഞാൻ എന്തു ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള അനേകം ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവരണങ്ങൾ അല്ലെങ്കിൽ ഈ തലങ്ങളെല്ലാം ഈ ആന്തരിക ശിശുവുമായി ബന്ധപ്പെട്ട് മുറിവുകളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടത്തരികയാണ്. അതുപോലെ തന്നെ ഇതിന് ശക്തമായ വികാരങ്ങൾ ഉണ്ടാക്കാനും കാരണമാകും. നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ചില സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിലൊക്കെ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശക്തമായ വികാരങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളിലേക്ക് കടന്നു വരാറുണ്ട്. ഒരു പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടിക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ, സുരക്ഷിതത്വ ബോധം, ഭയം എന്നിവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുക. ഒരു പ്രശ്നമില്ലെങ്കിലും ഒരു ഭയം നിഴലിക്കുക. കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു ഭയത്തിൻ്റെ സാധ്യത കാണുക, നിരാശയുണ്ടാകുക, ഉത്കണ്ഠയുണ്ടാകുക, ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ പരിഭ്രാന്തി വരെ ഉണ്ടാകാവുന്ന അവസരങ്ങൾ, അഗാധമായ ഒറ്റപ്പെടലിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള ചിന്ത, മാനസികമായിട്ടും ശാരീരികമായും ശക്തിയില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നിരാശ, ഇതെല്ലാം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ ഈ വികാരങ്ങളെല്ലാം നമ്മുടെ ഈ വർത്തമാനകാല സാഹചര്യങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി ഈ ആന്തരിക ശിശുവിനെ എങ്ങനെ സുഖപ്പെടുത്താം? എങ്ങനെയാണ് ഈ ആന്തരിക ശിശുവിനെ നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കുന്നത് എന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. തീർച്ചയായിട്ടും രണ്ട് തരത്തിലാണ് ഇതിനെ നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന് ബാഹ്യമായ രീതികളിലും ഒന്ന് ആന്തരികമായ രീതികൾ. ആന്തരികമായ ഒരു തലങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ഒരു ഇൻട്രോസ്പെക്ഷനിലൂടെ, തിരിച്ചറിവിലൂടെ, വ്യക്തമായ അവബോധത്തിലൂടെയൊക്കെ കൂടുതൽ ഈ ആന്തരിക തലത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇന്ന് വളരെ കൃത്യമായ സാഹചര്യങ്ങൾ, അനുകൂലമായ ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ചില പ്രത്യേക സമയങ്ങളിൽ ഈ സാഹചര്യങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് പഴയകാല വിശ്വാസ തലങ്ങളിലേക്ക് കടന്നു പോകാനുള്ളൊരു സാധ്യത. ഇപ്പോൾ നമ്മളിങ്ങനെ പറയും, ട്രാൻസാക്ഷൻ അനാലിസിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റീവ് ബിഹേവിയർ എന്ന് പറയും, തലയിലെഴുത്തുകൾ, വിലക്കുകൾ എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ REBT അങ്ങനെയുള്ള തെറാപ്പിയിലൂടെ പോകുമ്പം ഇറാഷണൽ ബിലീഫ്സ് എന്ന് പറയും. CBTയിലേക്ക് വരുമ്പം കോർ ബിലീഫുകൾ എന്ന് പറയും. ന്യൂറോ ലിംഗ്വിസ്റ്റ് NLPയുമായിട്ടൊക്കെ കടന്നു പോകുമ്പം നമ്മുടെ മെൻ്റൽ മാപ്പിംഗ് എന്ന് പറയും. ഇങ്ങനെ പല രീതിയിൽ ഇതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരിയും സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നിന്ന് ഈ കുട്ടിയെ നമ്മൾ സുഖപ്പെടുത്തണം. ഇൻറ്റേർണലൈസ് ചെയ്യാം, എക്സ്റ്റേണലൈസ് ചെയ്യാം. എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ നമ്മളെന്ന വ്യക്തിത്വത്തെ ഇൻട്രാപേഴ്സണൽ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ തലത്തിലേക്ക് വഴിമാറ്റി വിടുക. അതുപോലെ നമ്മളെന്ന വ്യക്തിയെ കൃത്യമായി ശാക്തീകരിക്കുക. ഈ രണ്ട് തലങ്ങൾ. ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത്, താൽക്കാലികമായി ഒരു വിരാമം ഉണ്ടാക്കുക. ഇപ്പം നമ്മുടെ ഒരു പ്രശ്നത്തിലാണ്, ആ പ്രശ്നത്തിലാണെങ്കിൽ
നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ശ്വസനത്തിന് ശ്രദ്ധ കൊടുക്കുക എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും ഒരു ചെറിയ സ്റ്റോപ്പിംഗ് ആവശ്യമാണ്. അതിനുശേഷം നമ്മളുടെ ഇന്നർ തലങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മളുണ്ടാകുന്ന ഫിസിക്കൽ സെൻസേഷനൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ നമ്മൾക്ക് എടുക്കാം. അവിടെ ചില ചോദ്യങ്ങൾ, നമ്മൾ CBT ഒക്കെ പഠിക്കുമ്പോൾ സോക്രാറ്റിക് ക്വസ്റ്റ്യനിങ് എന്ന് പറയും. ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പല ആംഗിളിലുള്ള ചോദ്യങ്ങളിലൂടെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുക. വീണ്ടും ഒരു ആൻസർ പറയുമ്പം ആ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. ഇങ്ങനെ പല ലെയറുകളിലൂടെ കടന്നുപോയി കൃത്യമായി അവർ പറയുന്നതിനെ നമുക്ക് ക്രോസ് എക്സാമിൻ ചെയ്ത് അവർക്ക് തന്നെ ബോധ്യമാകുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് മാറ്റി ചിന്തിക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഊർജം പരാജയപ്പെട്ട് തകർന്നതായി തോന്നുന്നുണ്ടോ? എന്നുവെച്ചാൽ ഊർജം മുഴുവൻ നഷ്ടപ്പെട്ടതായി തോന്നുന്നു. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ സ്വല്പനേരം ചിന്തിക്കാനുള്ള, ഇപ്പം നമ്മൾ നിൽക്കുന്ന പ്രോസസ്സിൽ സ്വല്പം ഒന്ന് നമ്മൾ റിലാക്സേഷനൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്വസിക്കുക, ദീർഘശ്വാസം എടുക്കുക, കുറച്ച് നേരം നമ്മൾ ഒന്ന് നമ്മുടെ ഇന്നറിലേക്ക് സൂക്ഷിച്ച് നോക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ആ റിലാക്സേഷൻ്റെ നമ്മൾ ഏതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സിലൂടെ കടന്നു പോയാലും ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും റിലാക്സേഷൻ പ്രോസസ്സാണ്. നമ്മൾ ശ്വാസത്തെ നിയന്ത്രിക്കണം. ചുറ്റുപാടുമുള്ള ഈ സാഹചര്യങ്ങൾ കൊണ്ട് എപ്പോഴും നമ്മുടെ ശ്വാസഗതി തന്നെ ഉയർന്ന ഒരു അവസ്ഥയിലായിരിക്കും. അതിൽ നിന്ന് സ്വതസിദ്ധമായ ശ്വാസത്തിൻ്റെ, ശാന്തമായ ശ്വാസത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ഫസ്റ്റ് പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എത്തിയാൽ ഉടനെ നമുക്ക് ചോദിക്കാവുന്നതാണ്, ഈ സാഹചര്യത്തിൽ തകർന്നതായി ഫീൽ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും പരിഭ്രാന്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആവേശമോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങളോ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ നിരാശയാകാം, ഡിപ്രഷനാകാം, സങ്കടമാകാം, അതല്ലെങ്കിൽ അമിതമായ ഒരു അഡിക്ഷൻ ആകാം, എന്തെങ്കിലുമൊക്കെ ഒരു ആവേശമാകാം, ഇതും സംഭവിക്കാം. അതുപോലെ നമ്മുടെ വികാരങ്ങൾ, നിങ്ങളുടെ വികാരങ്ങൾ തീവ്രമായി അനുഭവപ്പെടുന്നുണ്ടോ? അതിന് നമുക്ക് വേണമെങ്കിൽ സ്കെയിൽ കൊടുക്കാം. ഒരു 0 to 10 വരെയുള്ള സ്കെയിലിൽ നമുക്കത് മെഷർ ചെയ്യാൻ ആവശ്യപ്പെടും. അതിനുശേഷം റിലാക്സേഷനിലൂടെ ആ സ്കെയിലിംഗ് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നയിച്ച ചിന്തകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ആ ചിന്തകളെയൊക്കെ സ്വയം ഒന്ന് ഉച്ചത്തിൽ പറയാം. എന്തൊക്കെയോ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ആ പ്രതീക്ഷകളും അതിൻ്റെ റിയാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യിപ്പിക്കാം. എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വിഡ്രോവലിൻ്റെ സാധ്യതകളുണ്ടോ? ഭയമുണ്ടോ? നിരാശയുണ്ടോ? തോൽവി സംഭവിച്ചോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ മാനസികാവസ്ഥയെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നത്തെ താൽക്കാലികമായിട്ട് ഒന്ന് നിർത്തിയിട്ട് അവിടെ ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം. പക്ഷേ ആദ്യത്തെ ഇതുപോലത്തെ സാഹചര്യങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ഒരു ക്ലയൻറ്റിന് അത്ര ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മെൻറ്ററിങ് അല്ലെങ്കിൽ ഒരു കൗൺസിലറിൻ്റെയൊക്കെ സഹായത്തോടുകൂടി അത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ സ്വന്തമായി ആ സാഹചര്യങ്ങളെ വിലയിരുത്താൻ, ആ സാഹചര്യത്തിൽ നിന്ന് സ്വല്പം നേരം ഒന്ന് മാറി നിൽക്കാൻ ഉള്ള ഒരു അറിവ്, ഒരു അവബോധം, ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ കൂടുതൽ ശ്രദ്ധയോടെ വിലയിരുത്താൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇങ്ങനെ ആന്തരികമായിട്ടുള്ള ഈ അവസ്ഥയെ കൃത്യമായി സുഖപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് തീർച്ചയായിട്ടും നമ്മൾ അനലൈസ് ചെയ്യണം. ഒത്തിരി സ്റ്റെപ്പുകളുണ്ട്. റിലാക്സേഷന് തന്നെ ഒത്തിരി ടൂളുകളുണ്ട്. ഒരുപക്ഷെ ഓരോ തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾക്കും പറ്റുന്ന രീതിയിലുള്ള റിലാക്സേഷൻ ടൂൾസ് ഉണ്ട്. നമ്മൾ പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബ്രീത്തിങ് സെൻസേഷനിലേക്ക് പോകുന്നു, സ്വല്പം നേരം ഒന്ന് നടക്കുന്നു, മുഖം നല്ലവണ്ണം തണുത്ത വെള്ളം കൊണ്ടൊന്ന് കഴുകുന്നു, ശാരീരികമായി ഒരു റിലാക്സേഷനിലേക്ക് പോകുന്നു. PMR എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള റിലാക്സേഷൻസിലൂടെ കടന്നു പോകാം. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പം നിൽക്കുന്ന ആ പശ്ചാത്തലത്തിൽ നിന്ന് മാറി മറ്റൊരു എൻവയോൺമെൻറ്റിലേക്ക് മാറി നമ്മൾ സ്വല്പം കൂടെ സൂത്തനിങ് ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഒരു ആന്തരിക ശിശുവുണ്ട്. അപ്പം ഈ ആന്തരിക ശിശുവിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ആ ഒരു സാധ്യത
എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നമ്മളിൽ പലരും അബോധാവസ്ഥയിലായ ഈ കുട്ടിയുമായി ലയിച്ചിരിക്കുകയാണ്. നമ്മുടെ അബോധാവസ്ഥയും അല്ലെങ്കിൽ നമ്മുടെ ശിശുവിൻ്റെ അവസ്ഥയും നമ്മുടെ അലർട്ടിൻ്റെ സ്റ്റേജിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മൾ കണ്ടെത്താൻ പലപ്പോഴും സാധിക്കണമെന്നില്ല. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ നിരാശയാകും, സങ്കടമുണ്ടാകും, പ്രയാസമുണ്ടാകും, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ശരീരത്തിന് ശക്തി കുറയും, ഇതൊക്കെ സംഭവിക്കും. പക്ഷെ അങ്ങനെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വ്യക്തിത്വങ്ങളുണ്ട്. അതിന് കൃത്യമായിട്ട് തിരിച്ചറിയുക. സമ്മർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെയൊക്കെ സമയങ്ങളിൽ നമ്മളെപ്പോഴാണ് ഈ മുതിർന്നവരുടെ വീക്ഷണത്തിൽ നിന്ന് ഈ മുറിവേറ്റ ഈ ആന്തരിക ശിശുവിൻ്റെ പ്രതികരണങ്ങളോട് ചേർന്ന് വരുന്നതെന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലത്തിലുള്ള നമ്മൾ അനുഭവിച്ച പല ആഘാതങ്ങൾക്കും ഈ യാഥാർത്ഥ്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വർത്തമാനകാലത്തിൽ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പെരുമാറാൻ പറ്റാത്തത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇപ്പം ഏത് അവസ്ഥയിലാണ് ഈ ആന്തരിക ശിശുവിൻ്റെ പ്രവർത്തന മേഖലകളുമായി അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടിക്കാലത്തെ ആഘാതങ്ങളുമായി നമ്മൾ സിങ്ക്രണൈസ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് തിരിച്ചറിയുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പലപ്പോഴും ഈ ഉള്ളിലുള്ള കുട്ടിയുടെ പശ്ചാത്തലം ഭയങ്കര ഭീകരമായിരിക്കാം. അതിനെ ഈ മുതിർന്നവരുടെ വീക്ഷണകോണുമായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. പലപ്പോഴും കുട്ടികളായിരിക്കുമ്പോൾ മുതിർന്നവരിൽ നിന്നൊക്കെ നമുക്ക് ഒറ്റപ്പെടലുകൾ ഉണ്ടാകാം, ഇങ്ങനെ അല്ലെങ്കിൽ ഉപേക്ഷിക്കലുകൾ ഉണ്ടാകാം, നെഗ്ലക്ഷൻസ് ഉണ്ടാകാം. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഭൂതകാല സാഹചര്യങ്ങളുടെ രീതിയിൽ തന്നെ കാണാതെ പുതിയൊരു പശ്ചാത്തലത്തിൽ കാണാൻ നമുക്കാകും. ഒരുപക്ഷെ അവിടെ സഹാനുഭൂതിയും സ്നേഹവും ഫർഗീവ്നെസ്സും ഒക്കെ അപ്ലൈ ചെയ്യുന്ന പുതിയ മാനങ്ങൾ കണ്ടെത്തി ഇപ്പോൾ വർത്തമാന നിമിഷത്തിലുള്ള ടൂളുകൾ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനും പിന്തുണയ്ക്കാനും ഒക്കെ കഴിയുന്ന കൂടുതൽ സുരക്ഷിതമാകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. അങ്ങനെ മാറുന്ന ആ ഒരു പശ്ചാത്തലം എന്ന് വെച്ചാൽ കുട്ടികളുടെ അല്ലെങ്കിൽ കുട്ടിയായിരിക്കും ചൈൽഡ് ലൈക്ക് ആയിട്ടുള്ള ആ സാഹചര്യത്തിൽ നിന്ന് ആ സാഹചര്യങ്ങളുടെ വൈകാരിക തീവ്രതകളിൽ നിന്ന് മുതിർന്നവരുടെ വീക്ഷണത്തിലേക്ക് നമ്മൾ മാറാൻ സാധിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ആ കുട്ടിയുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടിയുടെ ഇൻഫ്ലുവൻസിൽ നമുക്ക് മാറാൻ സാധിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഈ ഭയാനകമായ വിവരണങ്ങളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ തലങ്ങളെയൊക്കെ പല ലേയേഴ്സാണ്, പല രീതിയിലാണ്. ഓരോ വ്യക്തികൾക്ക് അത് അനുഭവപ്പെടുന്ന വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ ഓരോ വ്യക്തിക്കും പല സാഹചര്യങ്ങൾ അനുഭവപ്പെടുന്ന തീവ്രതയും വ്യത്യാസമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ മുതിർന്നവരുടെ അഡൾട്ട് നേച്ചറിൽ നിന്ന് ഈ കുട്ടികളുടെ ചൈൽഡ് ലൈക്ക് സ്റ്റൈലിനെ കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞ 2 തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കാം. ഒരു എക്സ്റ്റേണൽ തലമുണ്ട്, അതിനത് ഒരു ഇന്റേണൽ തലമുണ്ട്. തന്നെയുമല്ല, നമ്മളുടെ ഉള്ളിലുള്ള ഈ കൊച്ചുകുട്ടി ആയിത്തീർന്നതിന് ചില കഥകളുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ചില കഥകൾ ഇതിന് വളരെ സാഹചര്യങ്ങൾ നൽകുന്നതാണ്. പലപ്പോഴും നമ്മൾ ചോദിക്കുക എന്താണ് കുഴപ്പം, എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അത് പുറത്ത് പറയാൻ പറ്റാത്ത വിധം കുറ്റബോധത്തിൻ്റെയും നാണക്കേടിൻ്റെയും ഒക്കെ സാഹചര്യങ്ങൾ അവിടെ നിഴലിക്കും. ഇത് തുറന്നു പറയാമോ, പറയാൻ പറ്റുമോ, ഇനി അത് തുറന്നു പറയാനുള്ള മൂഡ്, ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ചില കോപ്പിംഗ് മെക്കാനിസംസ് യൂസ് ചെയ്യും. ഇതിൽ നിന്നൊക്കെ താൽക്കാലികമായി രക്ഷപ്പെടാൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഉപയോഗിക്കുന്ന ചില സൂത്രവിദ്യകളൊക്കെ നമ്മൾ ഉപയോഗിക്കാം. അതിനൊക്കെ വേണ്ടി നമ്മൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്യും. ഒരു നിമിഷത്തേക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ഒരാളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മാനസിക പിരിമുറുക്കം വളരെ കൂടുതലാണ്. പക്ഷേ ഈ ആഘാതങ്ങളൊന്നും അതിൻ്റെ പരിണിത ഫലവുമായി ചേർന്ന് വരുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ആ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യുകയാണ്. അതിനെ മാനേജ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതകൾ നമ്മൾ കണ്ടെത്തുന്നില്ല. പകരം പലപ്പോഴും അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ പിന്നെയും ഈ പ്രശ്നം നമ്മളിൽ തന്നെ സത്യത്തിൽ കുഴിച്ചു മൂടുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ
ഈ കൊച്ചുകുട്ടിയുടെ കഥ കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം. ഇത് എന്തൊക്കെയാണ് ഈ കൊച്ചുകുട്ടി കണ്ടെത്തുന്ന രഹസ്യങ്ങൾ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ചില ചിന്തകളാണ്. ഒത്തിരി ഒത്തിരി രഹസ്യങ്ങൾ ആ കുട്ടിക്ക് പറയാനുണ്ടാകും. ഒരുപക്ഷെ ഇങ്ങനെ പറയാം, ഞാനൊരു അത്ഭുതമായിരുന്നു. ഈ അകത്തെ ഇന്നർ ചൈൽഡിന് സങ്കടം മാത്രമല്ല, സന്തോഷവും പ്രകടിപ്പിക്കാൻ സാധിക്കും. കുട്ടിക്കാലത്ത് വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ പിൽക്കാലത്ത് ഈ സന്തോഷകരമായ അനുഭവങ്ങൾ ലഭിക്കാതെ വന്നേക്കാം. അപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. ഒരുപക്ഷെ പണ്ട് കാലത്ത് വളരെ മോശമായ സാഹചര്യങ്ങളായിരുന്നെങ്കിലും, പക്ഷെ ഇപ്പം എല്ലാം ബെറ്ററാണ്. പക്ഷെ എങ്കിലും ആ പഴയകാല അനുഭവങ്ങളിലൂടെ കടന്നു പോകും. അപ്പോൾ പോസിറ്റീവോ സന്തോഷകരമോ സങ്കടകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകാം. ഞാനൊരു അത്ഭുതമായിരുന്നു. കൊച്ചുകുട്ടിയുടെ മനസ്സ് പറയുന്ന ഒരു കഥ അതാണ്, ഞാനൊരു അത്ഭുതമായിരുന്നു. പക്ഷെ ഇപ്പോഴും ആ അത്ഭുതത്തിനെ എനിക്ക് ആ വേണ്ട രീതിയിൽ പരിപോഷിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഇല്ലെങ്കിൽ സന്തോഷകരമായ അവസ്ഥയാണെങ്കിൽ അത്ഭുതം ഞാൻ വീണ്ടും തിളങ്ങി മുന്നോട്ട് പോവുകയാണെന്ന് പറയാം. ഞാൻ വളരെ നേരത്തെ ആയിരുന്നു, പ്രതീക്ഷിച്ചതിന് മുമ്പായി എൻ്റെ വരവ്. ഞാൻ വളരെ വൈകിപ്പോയിരിക്കുന്നു. പക്ഷെ നമുക്കൊക്കെ തോന്നാവുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഇപ്പം നിന്നിട്ട് പുറകോട്ട് നോക്കുക, ഓ ഞാൻ വൈകിപ്പോയി, ഇതിനു മുമ്പേ ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നുന്ന പല സാഹചര്യങ്ങളും. എവിടെ നിന്നാണ് ഇത് വരുന്നത്? കുട്ടിക്കാലത്തെ ചില ഇൻഫ്ലുവൻസുകളിൽ നിന്നാണ് വരുന്നത്. ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് എത്തിയത്. ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇതിനു കൂടെ നമുക്കൊരു കഥ ഡെവലപ്പ് ചെയ്യാം. ഈ ഓരോ വാക്കുകളിലൂടെയും ഇന്നർ ചൈൽഡ് നൽകുന്ന ഒരു കഥ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. വളരെ ശ്രദ്ധയോടെ ആവിഷ്കരിക്കാൻ പറ്റുന്ന പല രഹസ്യങ്ങളുടെ തിരക്കഥകളാണ്. കേവലം ഒരു ലൈനേ ഉള്ളെങ്കിലും നമ്മുടെ CBTയിലേക്ക് കോർ ബിലീഫ് എന്ന് പറയുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള സിംഗിൾ സെന്റൻസുകളാണ്. എന്നെ വിട്ടുകൊടുത്തു. എങ്ങനെ വേണമെങ്കിലും ഇതിനെ നമുക്ക് ആഡ് ചെയ്യാം. എന്നെ വിട്ടുകൊടുത്തു. ഞാൻ എന്നെ സ്വയം നഷ്ടപ്പെടുത്തി. അവരെന്നെ പറഞ്ഞയച്ചു. ഒരു കുഞ്ഞ് കൃത്യമായി സംസാരിക്കുന്ന ഒരു ഭാഗം. ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ആധികാരികമായി ഈ തലത്തിലേക്ക് കടന്നുപോയി ചോദിക്കുമ്പോൾ ഈ രഹസ്യങ്ങൾ വീണ്ടും വീണ്ടും കൃത്യമായി വാതിലുകൾ തുറന്ന് പുറത്തേക്ക് വരും. എനിക്ക് തെറ്റ് പറ്റിയെന്ന് അവർ പറഞ്ഞു. എനിക്ക് തെറ്റ് പറ്റിയെന്ന് അവർ പറഞ്ഞു. ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒരു അപകടമുണ്ടായി. സന്തോഷകരമായ ഒരു അപകടം സംഭവിച്ചു. ഇതാവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. ഇപ്പോഴും നഷ്ടം മാത്രമാണ് കയ്യിലുള്ളത്. അവർക്കൊരു ആൺകുട്ടിയെ വേണമായിരുന്നു. അവർക്കൊരു പെൺകുട്ടിയെ വേണമായിരുന്നു. ഇങ്ങനെ അനേകം രഹസ്യങ്ങൾ ഈ കുഞ്ഞിൻ്റെ കൈകളിലുണ്ട്. പല തലത്തിൽ ഓരോ സാഹചര്യങ്ങൾക്കൊത്ത് ഇതുപോലുള്ള രഹസ്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ രഹസ്യങ്ങളെ കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഞങ്ങളൊരു പ്രശ്നമാണ്. ഞങ്ങൾ ഉപദ്രവിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ചതാണ്. ഞങ്ങളൊരു അപകടമാണ്. ഞങ്ങളെപ്പോഴും അസൗകര്യമാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അനേകം സാഹചര്യങ്ങൾ. ജനിച്ചല്ലേ മരിക്കാൻ പറ്റുമോ? ആർക്കും പ്രയാസമുണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ജീവിതം നയിക്കുന്നു. പോകുമ്പോൾ ചിലരെ കൂടി കൊണ്ടുപോകും. എന്തൊരു ജന്മമാണിത്. ഇങ്ങനെ അനേകം രഹസ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഈ ഇന്നർ ചൈൽഡിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഉള്ളിലൊരു ചെറിയ സ്വയമുണ്ട്, കാണാനും അംഗീകരിക്കാനും കാത്തിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ സൈഡിൽ
ഒരു ചെറിയ സ്വയം കാത്തിരിക്കുന്നു, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി. സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നു, നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും വളരെയധികം ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ഇന്നർ ചൈൽഡിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ഈ ഇന്നർ ചൈൽഡിന് വ്യക്തമായ ഒരു സയൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ആ സയൻസ് നമ്മളെ ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഇമോഷൻ സെൻ്ററായ അമിഗ്ഡാലയിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ വികാരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെയാണ് ഇന്നർ ചൈൽഡിന്റെ സയൻസ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ വേലിയേറ്റം ഉണ്ടാകുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ, നമ്മുടെ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് ശരിക്കും സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ അമിഗ്ഡാല നമ്മളുടെ ആ ഇന്നർ ചൈൽഡായിട്ട് മാറുകയാണ്. നമ്മുടെ എല്ലാ ഇമോഷൻസിനെയും കീപ്പ് ചെയ്യുന്ന മെമ്മറിയുടെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഏരിയയാണ് അമിഗ്ഡാല. നമ്മുടെ ഇമോഷൻസ്, പോസിറ്റീവ് നെഗറ്റീവുമായ ഇമോഷൻസ്. പക്ഷെ പലപ്പോഴും ഈ നെഗറ്റീവ് ഇമോഷൻസിൻ്റെ ഒരു കലവറയായിട്ടാണ് ഇത് മാറുന്നത്. കൂടുതൽ നെഗറ്റീവ് ഇമോഷൻസോട് കൂടി സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായ അമിഗ്ഡാലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇതങ്ങ് ഉപേക്ഷിക്കാമെന്ന് വിചാരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ സമ്മിശ്ര പ്രതികരണങ്ങളാണ്, സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഇടയിലുള്ള സമ്മിശ്ര പ്രകടനങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ ഇത്ര ഭംഗിയുള്ളതാക്കുന്നത്. സന്തോഷം, ഉയർച്ചയും താഴ്ചയും പോലെ സന്തോഷവും സങ്കടവും നിറഞ്ഞ ആ ഒരു സാഹചര്യം തന്നെയാണ് എപ്പോഴും നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്കതിൻ്റെ സാഹചര്യങ്ങൾ, അതിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. സമ്മർദ്ദത്തിൻ്റെ സമയത്തിൽ സജീവമാകുന്ന നമ്മുടെ അമിഗ്ഡാല, ഇത് വളരെയധികം ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ്. നമ്മളിങ്ങനെ പറയും ന്യൂറൽ പാത്ത് വേ, ഒരു വലിയ വഴി വെട്ടിയിരിക്കുകയാണ്. എന്താണ്? ഇമോഷൻസിൻ്റെ ഒരു വഴിയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്നൊക്കെ പറയാം. ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിലേക്ക്, അതിൻ്റെ റൈറ്റിങ്സിലേക്ക്, പ്രോഗ്രാംസിലേക്ക് നമ്മൾ എപ്പോഴാണോ പോകുന്നത് അപ്പോഴൊക്കെ നമ്മുടെ ആന്തരിക ശിശു കൃത്യമായി ഡെവലപ്പ് ചെയ്യുകയാണ്, അത് സജീവമായി മാറുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വൈകാരിക അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഓർമ്മകൾ, ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങൾ, ഭയം, ആനന്ദം, ഇങ്ങനെയൊക്കെ അടിസ്ഥാന വികാരങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നു. ഒരുപക്ഷെ പല പല ലെയേഴ്സായി, പല സ്റ്റാക്കുകളായി കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഒരു ഭീഷണിയുടെ കേന്ദ്രമാണ്. നമ്മുടെ ജീവിതത്തെ പലപ്പോഴും, വർത്തമാനകാല ജീവിതത്തെ പലപ്പോഴും പ്രശ്നത്തിലാക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതെങ്ങനെ നിയന്ത്രിക്കാം? നമ്മൾ മുതിർന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ നെറ്റ്വർക്ക്, വർത്തമാനകാല സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ പാർട്ടാണ്. കാര്യങ്ങളെ വളരെ ചിന്തയോടെ ലോജിക്കലായിട്ടൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പാർട്ടാണത്. പലപ്പോഴും ന്യായവാദങ്ങൾ കൊടുത്ത്, നമ്മൾ സോക്രാറ്റിക് ക്വസ്റ്റ്യനിങ് എന്നൊക്കെ പറയുന്ന പോലെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അതിനെ മയപ്പെടുത്തുന്ന തലം. പക്ഷേ പലപ്പോഴും ഈ പറയുന്ന അമിഗ്ഡാലയുടെ വൈകാരിക തള്ളലിൽ പലപ്പോഴും അത് പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് കടന്നു പോകാൻ ആകാത്തൊരവസ്ഥയുമുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ലക്ഷ്യം? എന്താണ് ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ ആ സയൻറ്റിഫിക് തലത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ അമിഗ്ഡാലയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒരു സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയും സഹിഷ്ണുതയുടെയും അറിവിൻ്റെയൊക്കെ ഒരു പ്രവർത്തന മേഖല തുറന്നു വരണം. എന്നുവെച്ചാൽ പ്രീഫ്രണ്ടൽ കോർട്ടക്സിനെ കൃത്യമായി ആക്റ്റീവാക്കാൻ, പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ അമിഗ്ഡാല എങ്ങനെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു, ആ സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള വിവേചനത്തോടുകൂടി പ്രീഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ സാധ്യതകളെ ഉയർത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അഭിലഷണീയമായി മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ നമുക്ക് നമ്മളുടേതായ രീതിയിലേക്ക്, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിലുള്ള ഈ കുട്ടി ഒരു കാണാമറയത്താണ് ഇരിക്കുന്നത്, അതിനെ പുറത്തു കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
വൈകാരിക അനുഭവങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ വൈകാരിക അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രദ്ധയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്നർ ചൈൽഡിനെ നമുക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ ഇൻഫ്ലുവൻസുകൾ, സ്വാധീനങ്ങൾ എത്രയൊക്കെയാണ് ഓരോ വ്യക്തികളിലും മാറും. നമുക്ക് എല്ലാവർക്കും ഒരു ഇന്നർ ചൈൽഡുണ്ട്. എല്ലാവരുടെയും ഇന്നർ ചൈൽഡുകളുടെ രീതികൾ വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇന്നർ ചൈൽഡിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ എങ്ങനെ നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ചൈൽഡിനെ, നമ്മുടെ ഇന്നർ വോയിസിനെ, ആ ഇന്നർ ക്രിട്ടിക്കിനെ കൃത്യമായിട്ട് കേൾക്കാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യത്തിലൂടെ നമുക്ക് മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ നോ യുവർ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നർ ചൈൽഡിനെ കുറിച്ചുള്ള ഈ ഭാഗം നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യാം. പുതുവർഷത്തിൽ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എല്ലാ ആശംസകളോടും കൂടി നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. സർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നൽകിക്കൊണ്ട് നമ്മുടെയൊക്കെ ഇന്നർ ചൈൽഡിനും കൂടെ അത് പാസ് ചെയ്യാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. സാറ് വളരെ സിമ്പിളായിട്ടാണ് ഇന്നർ ചൈൽഡിനെ കുറിച്ച് സംസാരിച്ചത്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ഈ ഇന്നർ ചൈൽഡിന്റെ വോയിസ് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നർ ചൈൽഡ് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ പിടിമുറുക്കാറുണ്ട് പലപ്പോഴും. ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് തന്നെ ഈ അടുത്ത കാലത്താണ് ഇതുമൊക്കെ ആയിട്ടൊരു ബന്ധം വന്നപ്പോഴാണ് ഒരു ഇന്നർ ചൈൽഡ് എന്നെ എങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരുന്നു ഒരു നീണ്ട കാലം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ ഞാൻ മൂന്നാമത്തെ മകനാണ്. മിക്കവാറും ഈ അറ്റത്തുള്ളവർക്ക് തുടക്കം കൊടുക്കുന്നവർക്കുള്ള പരിഗണന കിട്ടാറ്. ഞാൻ അത് നേരിട്ട് അച്ഛനോടോ അമ്മയോടോ പ്രതികരിക്കുകയല്ല ചെയ്തിരുന്നത്. എൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു നെഗറ്റിവിറ്റി കൂട്ടി അവർക്ക് തിരിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പെരുമാറുന്നത് എന്നതിനെ കുറിച്ചുള്ള ധാരണകൾ എനിക്ക് വളരെ അടുത്ത കാലത്താണ് മനസ്സിലായത്. പിന്നെ ഞാനതിന് മാറ്റാനുള്ളൊരു ശ്രമം നടത്തിയെന്ന് പറഞ്ഞാൽ ആ ഇന്നർ ചൈൽഡിനോട് സ്വയം സോറി പറയുകയായിരുന്നു. മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോയാൽ, ഇന്നർ ചൈൽഡിന്റെ കാര്യത്തിൽ പല വിവാഹിതര് വിവാഹം കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ക്യാരിയിങ് ആവുന്ന അവസ്ഥയുണ്ട്. അവരുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് ക്യാരിയിങ് ആവണമെന്ന് ഉണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. അപ്പോ കുട്ടിയുടെ അച്ഛൻ പറയും, നമുക്ക് ആ കുഞ്ഞിനെ അങ്ങ് ഉപേക്ഷിച്ചാലോ, ഒന്ന് ടെർമിനേറ്റ് ചെയ്താലോ. അവിടെ ഡിസ്കഷൻസ് ആയി. സ്ത്രീ പറയുന്നവനോ വേണ്ട, പറ്റില്ല. ചിലപ്പോൾ സ്ത്രീയാണ് പറയുക, ഇവനെ ടെർമിനേറ്റ് ചെയ്യാം, എനിക്കിപ്പൊ തന്നെ ഈ ബാധ്യത ഒന്ന് ഏറ്റെടുക്കാൻ വയ്യ. അച്ഛനായിരിക്കും അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാരായിരിക്കും അതിനെ എതിർക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ ഡിസ്കഷൻസ് മുഴുവൻ നമ്മുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ലഭിക്കുന്നൊരവസ്ഥയുണ്ട്. ഈ അവസ്ഥ അവന്റെ വളർച്ചയിൽ ഉണ്ടാവുകയും അവൻ പുറത്തു വരുമ്പോൾ അത് അവനോടൊപ്പം തന്നെ എന്നെ ഈ കുടുംബത്തിന് വേണ്ടാത്തതാണ്, ഞാൻ അവർക്ക്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട് യാതൊരു താല്പര്യവുമില്ല, ഞാൻ വന്നുപോയതാണ്, ഗതികെട്ടവനായി. ഇത് അവൻ എത്ര പ്രായമായാലും അതുണ്ടാവുന്നു. പിന്നെ നാം അതിനോടൊരു ചെറിയ യുദ്ധം ചെയ്യലാണ്, ഒരു സമരം. നമ്മളൊരു സമവാക്യം ഉണ്ടാക്കിക്കൊണ്ട് സാരമില്ല, ആ കുഞ്ഞിന് നാം കൊടുക്കേണ്ടപ്പോഴും ഞാൻ കൊടുക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും തരാത്ത പരിഗണന ഞാൻ എൻ്റെ ഉള്ളിനോട് പറയുമ്പോഴാണ് എൻ്റെ സന്തോഷം പുറത്തു വരുന്നത്. എനിക്ക് പിന്നീടാണ് വളരാൻ സഹായകരമായി, പോസിറ്റീവായിട്ട് വളരാനുള്ള സഹായം, സന്തോഷത്തോടു കൂടി വളരാനുള്ള സഹായം ഈ കുട്ടിയും ഈ നമ്മുടെ ഇന്നർ ചൈൽഡുമായി
നാം സംവേദിക്കുമ്പോഴാണ്. സാറ് പറഞ്ഞ കാര്യങ്ങൾ ഇതിനോട് വളരെയേറെ കൂട്ടുചേർന്നാണ് സാറ് പറഞ്ഞത്. നമ്മുടെ അമിഗ്ദല എപ്പോഴും നെഗറ്റീവ് ചിന്തകളുടെ കലവറയാണ്. പക്ഷെ എപ്പോഴും പ്രോമിനന്റ് ആയി നിൽക്കുന്നത് ഈ അമിഗ്ദലയിലെ നെഗറ്റീവ് ചിന്തകളാണ്. അപ്പൊ നമ്മുടെ അമിഗ്ദലയില് നെഗറ്റീവ് ചിന്തകളാണ് വളർത്തിക്കൊണ്ട് വരുന്നതെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ആ നിലയ്ക്കാണ് പോവുക. നാം നമുക്ക് തന്നെ ഒരു തിരുത്തു കൊടുത്താൽ നമുക്ക് ഉത്സാഹത്തോടെ മുന്നേറാനായിട്ട് കഴിയും. താങ്ക് യു സർ. കുറച്ചു കാലം മുമ്പ് കേട്ട ഇന്നർ ചൈൽഡിനെ കുറിച്ച് സാർ ഒന്ന് കുറെ കൂടെ വ്യക്തമാക്കി. വളരെ സന്തോഷം. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. സാറേ, ഞാൻ ഷാജി മാത്യു ആണ്. ഞാൻ പൈസ അടച്ചിട്ടുണ്ട് ഇന്നത്തെ സാറേ. ഇന്ന് ക്ലാസ്സിൽ നാളെ ഉള്ളൂ കേട്ടോ. ഓക്കെ താങ്ക് യു ഞാൻ പറഞ്ഞോട്ടെ സർ? സാറേ, അപ്പൊ ഞാൻ പൈസ അടച്ചിട്ടുണ്ടേ. കുഴപ്പമില്ല സാർ. ഓക്കെ. നാളെ വൈകുന്നേരം 8:30-ക്കാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ സാർ. നാളെ നമ്മൾ ഇന്നർ ചൈൽഡിന്റെ ഒരു ക്ലാസ്, ഒരു 3 days ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നാളെ മുതലാണ്. ഇന്ന് പറഞ്ഞിരുന്നു, നാളെ മുതൽ. യെസ്, പറയും. അടുത്ത മനു സർ. ഹാപ്പിനെസ് സർ. സർ, ആം ഐ ഓഡിബിൾ സർ? ഞാൻ കേൾക്കാമോ സർ എന്നെ? സർ, സത്യം പറഞ്ഞ ആദ്യം തന്നെ ഞാൻ ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. പിന്നെ എന്താ പറയാ, ഞാൻ ആകെ ഒരു എക്സൈറ്റ്മെന്റിലായിപ്പോ ഉള്ളത്. കാരണം പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ എന്തുവാന്ന് വെച്ചാൽ, ഞാൻ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറയാറില്ലേ, നമ്മുടെ പൈലോയുടെ സെയിം ആണ് സർ. അത് എക്സ്പീരിയൻസ്ഡ് ആണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, സാബു സാർ എനിക്ക് എന്നും ചിലപ്പോ ഈ മെസ്സേജ് എല്ലാവർക്കും ഇടുമ്പോ എനിക്കും കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് കയറാൻ പറ്റാറില്ല എന്തെങ്കിലും കാരണവശാല്. ഇന്നും ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ അത് ഞാൻ നോ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് കയറാൻ എനിക്കൊരു സാഹചര്യം ഉണ്ടായതെന്നുള്ളത്. അത് തന്നെ ഞാൻ ദൈവത്തോടും സാറിനും ഞാൻ നന്ദി പറയുന്നു. ഇപ്പം ഇതിനു മുന്നേ പറഞ്ഞ സാറും കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാന് വർഷങ്ങളോളായിട്ട് ഞാനും ഇത് അനുഭവിക്കുമായിരുന്നു. ഇപ്പൊ എനിക്കിപ്പോ സാറിന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഞാനിപ്പോ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവതിയാ. കാരണം സാറിന്റെ അടുത്ത് എത്തുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയ ഒരാളായിട്ട് മാറാൻ പറ്റും എന്നുള്ളത് ഇത്തരം ഈ സാറിന്റെ ഈ ക്ലാസ്സിലൂടെ, സാറിന്റെ ഒരു എക്സാമിലൂടെ എനിക്ക് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ സാർ. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ സാബു സാറ് പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റ് പറയുമ്പോഴും ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കൂടി ഞാൻ കടന്നു വരുമായിരുന്നു. ഈവൻ 3 വയസ്സ് തൊട്ട് ഞാൻ ഇങ്ങനെ കടന്നു വരുമായിരുന്നു. ഇപ്പൊ ഈ നിമിഷം വരെ ഞാൻ കടന്നു വന്ന ഓരോ വഴികളും ശരിക്കും കറക്റ്റ് ആണ് സർ. ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആ ഇന്നർ ചൈൽഡ് ഞാൻ എങ്ങനെ എനിക്കിത് മനസ്സിലായത് തന്നെ ഞാൻ TA പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഈവൺ ഒരു 3 വർഷത്തോളം. പക്ഷെ എനിക്ക് എങ്ങനെ അതിലേക്ക് എത്താൻ പറ്റിയില്ലായിരുന്നു. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഞാൻ ഇങ്ങനെ അച്ഛനെയും വഴക്ക് പറയും, അമ്മയും വഴക്ക് പറയും, എല്ലാവരും സത്യമാണ് ഞാൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ അവരെപ്പോഴും എന്റെ കയ്യിലാണ് കുറ്റം എന്നുള്ള രീതിയിലാണ് എപ്പോഴും സംസാരിക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഇതിന്റെ കാരണം, ഇത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് ഞാൻ എന്നും ഇങ്ങനെ ഞാൻ വെറുതെ ഞാൻ ഇങ്ങനെ പറയാറ്. അതിങ്ങനെ ഒരു പ്രകമ്പനം പോലെ കണ്ട് ഞാനിപ്പം ആ ഒരു സൈക്കോളജി എടുത്ത് പഠിച്ചു, TA പഠിച്ചു, NLP പഠിച്ചു. സത്യം പറഞ്ഞാൽ ഈ സാബു സാറിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, സാറിനെ പോലുള്ള ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് എത്താൻ തന്നെ എനിക്ക് സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാനും സാറ് പറഞ്ഞതുപോലെ 3 മക്കളിൽ 2ാമത്തെ കുട്ടിയാണ്. സത്യം പറഞ്ഞാൽ 2 ഭാഗത്തു നിന്നുള്ള പന്ത് തട്ട് എനിക്ക് തന്നെയാണ് കിട്ടാറ്. പക്ഷെ എങ്കിലും ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സ്മാർട്ടാണ്, എല്ലാമാണ്. ഇപ്പോഴാണ് എനിക്ക് അത് എങ്ങനെ കുറച്ചും കൂടെ ഫോൺ വഴിയൊക്കെ ടെക്നിക്സ് ഒക്കെ എനിക്ക് അറിയാമെങ്കിലും എനിക്ക് ഒരിക്കലും നമ്മൾ പറയാറ്. ഇപ്പൊ സാറ് അതിനും ഉത്തരം പറഞ്ഞായിരുന്നു, നമ്മളൊരു മെന്ററെ നമുക്ക് വേണം. സത്യം സാർ, ഞാൻ എന്നും ചിന്തിക്കാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞതാ, എനിക്ക് നല്ല ഒരു മെന്റർ അല്ലെങ്കിൽ ഒരാളെ വേണം. പക്ഷെ അവര് പറയുന്നതൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യാനും തയ്യാറല്ല. ഇത്തരം വഴിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് ഇന്ന് തന്നെ ഇങ്ങനെ ഒരു ക്ലാസ് എനിക്കിവിടെ സാറ് ഒരുക്കി സാറല്ല, ശരിക്കും പറഞ്ഞ യൂണിവേഴ്സാണ് എനിക്ക് തന്നിരിക്കുന്നത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ സർ. അപ്പൊ ഇത് എനിക്ക് മാത്രമല്ല, ഞാനിത് പഠിക്കാൻ, ഞാനിപ്പോ ഒരു സ്കൂളിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു, സൈക്കോളജിസ്റ്റ് ആയിട്ട് കൂടി, ബേസിക്കലി